ആലപ്പുഴ വലിയ ചുടുകാട്ടിൽ VS സ്മാരകം നിർമ്മിക്കുന്നതിൽ എതിർപ്പുമായി പുന്നപ്ര വയലാർ സമരസേനാനി PK ചന്ദ്രാനന്ദന്റെ കുടുംബം പാർട്ടി ജനറൽ സെക്രട്ടറി MA ബേബിയെയും സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനെയും കുടുംബം വിയോജിപ്പ് അറിയിച്ചു. പുന്നപ്ര വയലാർ സമരത്തിൽ നേരിട്ട് പങ്കെടുത്ത രക്തസാക്ഷികളായവർക്ക് പോലും വലിയ ചുടുകാട്ടിൽ സ്മാരകമില്ല. അവിടെ VSന്റെ പ്രതിമ നിർമ്മിക്കാനൊരുങ്ങുന്നത് ശരിയായ രീതിയല്ല എന്ന് കത്തിൽ ചൂണ്ടിക്കാട്ടുന്നു. മനീഷ് മഹിപാൽ വിവരങ്ങളുമായി ചേരുകയാണ്. മനീഷ്, ഈ കാരണം കൊണ്ടാണ് അവിടെ ഒരു വ്യക്തിക്കും വ്യക്തിപരമായ സ്മാരകങ്ങൾ വേണ്ടതില്ല എന്നൊരു തീരുമാനമുണ്ടായിരുന്നത്. VSന്റെ സ്മാരകം നിർമ്മിക്കാൻ തീരുമാനിക്കുന്നു. അതിനുശേഷം CPI ഒരു സ്മാരകം നിർമ്മിക്കാൻ തീരുമാനിക്കുന്നു. ഇപ്പോൾ ചന്ദ്രാനന്ദന്റെ കുടുംബം തന്നെ എതിർപ്പുമായി എത്തുകയാണ്. പരാതിയുമായി മുന്നോട്ട് പോകുമെന്ന് അവർ പറയുകയും ചെയ്യുന്നു. മാധു, ചരിത്രപരമായ ചില പ്രശ്നങ്ങൾ ആ വിഷയത്തിലുണ്ട് എന്നാണ് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് PK ചന്ദ്രാനന്ദന്റെ കുടുംബം നിലവിൽ പാർട്ടി ജനറൽ സെക്രട്ടറി MA ബേബി ഈ വിഷയം ഫോണിൽ ഈ വിഷയം പറയുകയും ഒപ്പം തന്നെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനോട് ഈ വിഷയം നേരിൽ കണ്ട് സംസാരിക്കുകയും ചെയ്തിട്ടുള്ളത്. ഇപ്പൊ PKC CPMന്റെ ഏറ്റവും മുതിർന്ന നേതാവാണ്. പുന്നപ്ര വയലാർ സമരത്തിൽ നേരിട്ട് പങ്കെടുത്തയാളാണ്. ആ കേസിൽ പുന്നപ്ര പോലീസ് സ്റ്റേഷൻ ആക്രമണ കേസിലെ 10ാം പ്രതിയാണ്. 13.5 വർഷക്കാലത്തോളം ഒളിവിൽ കഴിഞ്ഞിട്ടുള്ള കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് നേതാക്കൾ ഏറ്റവും കൂടുതൽ കാലം ഒളിവിൽ കഴിയുന്ന നേതാവാണ്. അങ്ങനെ നിരവധി നേതാക്കൾ, നൂറുകണക്കിന് സമരസേനാനികൾ, ഭടന്മാർ അന്ന് വാരിക്കുന്തവുമായി എത്തി പുന്നപ്രയിൽ സമരഭൂമിയിൽ മരണമടഞ്ഞ ആളുകളുണ്ട്. പക്ഷേ അത്തരം ആളുകളുടെ പേരുകൾ അല്ലെങ്കിൽ അവരെ അവിടെ ശവം അടക്കിയിട്ടുള്ളതല്ലാതെ അവരുടെ സ്മാരകങ്ങൾ പടുത്തിട്ടില്ല. അങ്ങനെ നൂറുകണക്കിന് ആളുകളെ തമസ്കരിച്ചുകൊണ്ട് ഒരു വ്യക്തിയുടെ മാത്രമല്ല, അതായത് ഒരു പ്രസ്ഥാനത്തിന് രണ്ട് പാർട്ടികൾ, CPMന്റെയും CPIയുടെയും രണ്ട് പാർട്ടികളുടെയും ഉടമസ്ഥതയിലുള്ള ഒരു സ്മാരക ഭൂമിയിൽ ഒരു വ്യക്തിക്ക് വേണ്ടി മാത്രം ഒരു സ്മാരകം പണിയുന്നതിൽ, ഒരു സ്മൃതി മണ്ഡപം പണിയുന്നതിൽ ഔചിത്യക്കുറവ് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് നിലവിൽ പരാതി നൽകിയിട്ടുള്ളത്. ഇതിൽ ചർച്ച ചെയ്ത് തീരുമാനിക്കാം, ഇത് പരിശോധിക്കാമെന്ന് പാർട്ടി ജനറൽ സെക്രട്ടറി MA ബേബി ഉറപ്പ് നൽകിയെന്നാണ്, കുടുംബത്തിന് ഉറപ്പ് നൽകിയെന്ന വിവരമാണ് നമുക്ക് ലഭ്യമായിട്ടുള്ളത്. പക്ഷേ ഔദ്യോഗികമായി പ്രതികരിക്കാൻ PK ചന്ദ്രാനന്ദന്റെ കുടുംബം ഇതുവരെയും തയ്യാറായിട്ടില്ല. നേരത്തെ അതായത് CK ചന്ദ്രപ്പൻ, KR ഗൗരിയമ്മ, TV തോമസ്, P കൃഷ്ണപിള്ള അടക്കമുള്ള മുതിർന്ന നേതാക്കളെ അടക്കം ചെയ്തിട്ടുള്ള സമരഭൂമിയാണത്. ആ ഭൂമിയിൽ ഒരു പ്രത്യേക സ്മാരകം ആർക്കും വേണ്ട. പക്ഷേ അങ്ങനെയുള്ള സ്മാരകം പണിയുന്നുണ്ടെങ്കിൽ അത് ഒരു പഠന ഗവേഷണ കേന്ദ്രമോ മറ്റോ ആക്കി പണിയുന്നതായിരിക്കും നല്ലത്. അല്ലാതെ 50 സെന്റുള്ള CPIയുടെയും CPMന്റെയും ഉടമസ്ഥതയിലുള്ള ഭൂമിയിൽ ഒരു വ്യക്തിക്ക് മാത്രം വേണ്ടി ഒരു സ്മൃതി മണ്ഡപം പണിയുന്നതിലെ ഔചിത്യക്കുറവാണ് കുടുംബം ചൂണ്ടിക്കാണിക്കുന്നത്. സ്മൃതി, മനീഷ് മഹിപാലാണ് വിവരങ്ങൾ നൽകിയത്. അവിടെ വലിയ ചുടുകാട്ടിൽ അങ്ങനെ വ്യക്തികൾക്ക് സ്മാരകം വേണ്ടതില്ല. അവിടെ പുന്നപ്ര വയലാർ സമരത്തിൽ പങ്കെടുത്ത് വാരിക്കുന്തവുമായി ഓടി വന്ന തോക്കിന് ഇരയായി മരിച്ചുപോയ മനുഷ്യന്മാരിൽ അനവധി പേർക്ക് അവരെ അവിടെ സംസ്കരിച്ചിട്ടുണ്ട് എന്നതിനപ്പുറത്ത് സ്മാരകങ്ങളില്ല. വ്യക്തിപരമായ ഒരു സ്മാരകവുമില്ല. അതുകൊണ്ട് ചരിത്ര നിഷേധമായിരിക്കും എന്നുള്ളതാണ് ഇപ്പോൾ ചന്ദ്രാനന്ദന്റെ കുടുംബം പാർട്ടി സെക്രട്ടറി അടക്കം അറിയിച്ചിരിക്കുന്നത്. മനീഷ് മഹിപാലാണ് വിവരങ്ങൾ നൽകിയത്.